ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. എൻ്റെ വ്യക്തിജീവിതത്തിൽ ഞാൻ അങ്കിൾ എന്ന് വിളിക്കുന്ന, എന്നാൽ മനസ്സുകൊണ്ട് ഒരു ഗുരുസ്ഥാനീയനായി ഞാൻ ആദരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട CP ജോൺ അങ്കിളിനെക്കുറിച്ചാണ് ഈ വരികൾ. രാഷ്ട്രീയത്തിലെ ചതുരംഗ കളികളിൽ പലരും തെന്നി വീഴുമ്പോഴും സ്വന്തം തണലിൽ ഉറച്ചുനിന്ന് പോരാടിയ ഒരു ധീരനായ രാഷ്ട്രീയക്കാരൻ്റെ ചരിത്രമാണിത്. CP ജോണിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ബാല്യകാലത്താണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ SFIയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ വരെ എത്തിയ അദ്ദേഹം അന്നേ തൻ്റെ നിലപാടുകളിൽ വ്യക്തത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനായിരുന്ന MV രാഘവൻ CPM വിട്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉറച്ചു നിന്നതാണ് CP ജോണിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക ഘട്ടം. വിപ്ലവത്തിൻ്റെ കനൽമാറാത്ത മനസ്സുമായി CMB കെട്ടിപ്പടുക്കുന്നതിൽ CP ജോൺ വഹിച്ച പങ്ക് ചരിത്രമാണ്. MBRൻ്റെ വിശ്വസ്തനായി തുടങ്ങി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പാർട്ടിയെ നയിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹം വളർന്നു. ഇനി ഞാൻ അല്പം വ്യക്തിപരമായ കാര്യങ്ങൾ പറയട്ടെ. രാഷ്ട്രീയത്തിലെ ഈ കരുത്തനായ നേതാവ് എനിക്ക് വെറുമൊരു അങ്കിൾ മാത്രമല്ല, CMBയുടെ കരുത്തനായ നേതാവും MBRനോടൊപ്പം പാർട്ടിക്കായി ഉറച്ചു നിൽക്കുകയും ചെയ്ത കണ്ണമ്മൂല വാർഡിലെ മുൻ കൗൺസിലറും തിരുവനന്തപുരം മുൻ മേയറുമായിരുന്ന എൻ്റെ അച്ഛൻ MP പത്മനാഭൻ്റെ വിയോഗത്തിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ഒരു സഹോദരൻ്റെ കരുതൽ നൽകി കൂടെ നിന്ന വ്യക്തിയാണ് CP ജോൺ. അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിന് അദ്ദേഹം നൽകിയ പിന്തുണ വാക്കുകൾക്ക് അതീതമാണ്. CP ജോണിന് എൻ്റെ അമ്മ സ്വന്തം ചേച്ചിയെ പോലെ ആയിരുന്നു. ഒരു സഹോദരൻ തൻ്റെ സഹോദരിക്ക് നൽകുന്ന എല്ലാ സ്നേഹവും കരുതലുമായി അമ്മയുടെ കാര്യങ്ങളിൽ അദ്ദേഹം എപ്പോഴും കൂടെയുണ്ടായിരുന്നു. കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ആ ജ്യേഷ്ഠൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ആ ആത്മബന്ധവും സ്നേഹവുമാണ് CP ജോണിനെക്കുറിച്ച് ഈ വരികൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയങ്ങൾ പോലെ തന്നെ പരാജയങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു തോൽവിയിലും അദ്ദേഹം തളർന്നു പിന്മാറിയിട്ടില്ല. വോട്ട് ബാങ്കിനേക്കാൾ ജനങ്ങളുടെ വിശ്വാസത്തിനാണ് അദ്ദേഹം വില കൽപ്പിച്ചത്. CP ജോണിന് വേണമെങ്കിൽ മറ്റേതെങ്കിലും വലിയ പാർട്ടിയിലേക്ക് കാലുമാറാമായിരുന്നു, പദവികൾ നേടാമായിരുന്നു. എന്നാൽ ആദർശം പണയപ്പെടുത്തിയുള്ള ഒരു വിജയത്തേക്കാൾ അഭിമാനത്തോടെയുള്ള നിൽപ്പാണ് ശ്രേഷ്ഠമെന്ന് അദ്ദേഹം തെളിയിച്ചു. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാനുള്ള അദ്ദേഹത്തിൻ്റെ ആർജവം ജനങ്ങളെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. CP ജോൺ വെറും ഒരു രാഷ്ട്രീയ പ്രസംഗകനല്ല, അദ്ദേഹം ഒരു അറിവിൻ്റെ കലവറയാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന കാലത്ത് കേരളത്തിൻ്റെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. സങ്കീർണമായ സാമ്പത്തിക വിഷയങ്ങളെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് അപാരമാണ്. അറിവിനെ അധികാരത്തേക്കാൾ സ്നേഹിച്ച ഒരു രാഷ്ട്രീയ ചിന്തകനാണ് അദ്ദേഹം. ഇപ്പോഴത്തെ ഈ വിജയം ഒരു തുടക്കം മാത്രമാണ്. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ദൈവം നൽകിയ അംഗീകാരമാണിത്. കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ അങ്ങേപ്പോലൊരു ക്രാന്തദർശിയായ നേതാവിനെ ഇന്ന് നാടിന് ആവശ്യമുണ്ട്. കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും ആസൂത്രണ ബോർഡിലെ വർഷങ്ങളായുള്ള പ്രവർത്തന പരിചയവും അങ്ങയുടെ വലിയ യോഗ്യതകളാണ്. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങോടെ കാര്യങ്ങളെ സമീപിക്കുന്ന അങ്ങേപ്പോലൊരു വ്യക്തി മന്ത്രിസഭയിൽ എത്തുന്നത് കേരളത്തിന് വലിയൊരു കരുത്താകും. അധികം വൈകാതെ തന്നെ അങ്ങ് ഒരു മന്ത്രിയായി കേരളത്തെ നയിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിന് അങ്ങയുടെ അറിവും അനുഭവ സമ്പത്തും അനിവാര്യമാണ്. പ്രിയപ്പെട്ട അങ്കിൾ, അങ്ങയുടെ രാഷ്ട്രീയ ജീവിതം വരും തലമുറയ്ക്ക് ഒരു വലിയ പാഠപുസ്തകമാണ്. എങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാമെന്ന് അങ്ങ് കാണിച്ചു തന്നു. അങ്ങയുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകട്ടെ. ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ഇനിയും ഒരുപാട് കാലം ഞങ്ങളെ നയിക്കാൻ കേരള രാഷ്ട്രീയത്തിലെ ഈ ഗർജിക്കുന്ന സിംഹത്തിന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും.